വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് ചിലപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ ചിലവൊക്കെ ആണെങ്കിലും ഈ തൊണ്ടയ്ക്കൊരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് അതിന്റെ ഒരു അലർജി പോലത്തെ, അതായത് പൈനാപ്പിൾ അത്ര ചിലർക്ക് പറ്റില്ല അത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പറ്റുന്ന ഒരു ജ്യൂസാണ് ഇത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിന്റെ കൂഞ്ഞിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു സോസ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ ഈ പൈനാപ്പിളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇച്ചിരി വലിയ സോസ് പാൻ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറച്ച് ചെറിയ സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇത് വലിയ സോസ് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങനെ വഴറ്റിയെടുക്കൂലേ നമ്മൾ, അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എളുപ്പം തോന്നിയത്, അപ്പോൾ അതിനോട് ഇങ്ങനെ ചെയ്തു വെച്ചെന്നുള്ളൂ. ഇപ്പം ഇതിനകത്ത് നിന്നുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഒട്ടും പോലും വെള്ളം ഒഴിച്ചില്ല, എന്നിട്ട് ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നു. അപ്പോൾ ഇതായിപ്പോൾ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി, മൊത്തമായിട്ട് വറ്റിയെന്നല്ല, പക്ഷേ ഈ പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൊത്തം വറ്റിക്കണമെങ്കിൽ അങ്ങനെ വറ്റിക്കാം കേട്ടോ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇത് മതിയാവും. പൈനാപ്പിൾ വെന്തതിൻ്റെ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒരു കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി വേവിച്ച പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തേക്കണേണ് കേട്ടോ. 1 കപ്പ് പാലിലിട്ട് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു. അപ്പോൾ 1/2 ലിറ്റർ ആവുമല്ലോ, അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല തണുത്ത പാലും തണുത്ത വെള്ളമാണ് കേട്ടോ എടുത്തത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.